Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഞങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി നമ്മളുടെ വീട്ടിലേക്ക് എല്ലാ പണിയും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി എന്ന് ഒന്ന് സങ്കല്പിക്കുക. അവിടെ ചെന്ന് നമ്മൾ എന്നും ഉറങ്ങുന്ന നമ്മളുടെ മുറിയിൽ, നമ്മളുടെ കിടക്കയിൽ നമ്മൾ കിടന്നുറങ്ങി. പക്ഷേ നമ്മൾ പിറ്റേ ദിവസം നാളെ ഉണരുന്നത് ആ വീട്ടിലല്ല, നമ്മൾ കിടന്ന സ്ഥലത്തല്ല. നേരെ മറിച്ച് നമ്മൾ ഉണരുന്നത് ഒരു കപ്പലിലാണ്. ആ കപ്പലിൻ്റെ ചൂളം വിളി കേട്ടുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. എങ്ങനെയാണ് ആ കപ്പലിൽ നമ്മൾ എത്തിയത്, ആരാണ് കൊണ്ടുവന്നത്, എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പരിചയമുള്ള ആരും അവിടെ ഇല്ല. എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിയാമെങ്കിൽ ചോദിച്ചറിയാനുള്ള ആളുകളെ നമ്മൾക്ക് കണ്ടെത്താൻ എളുപ്പത്തിൽ സാധിക്കുന്നില്ല. ആ കപ്പലിലെ ഓരോ മൂലയിലും നമ്മളുടെ ഈ ചോദ്യത്തിനായി, നമ്മളുടെ മനസ്സിലെ സംശയത്തിനായി നോക്കുകയാണ്. അപ്പോൾ ഒരു മൂലയിൽ കുറേ ആളുകൾ പലതരം വിനോദങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുട്ബോളും ക്രിക്കറ്റും പിന്നെ ഗെയിമുകളും ഒക്കെ കളിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ. മറ്റൊരു മൂലയിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ, പാനീയങ്ങളൊക്കെ കുടിച്ചും തിന്നും കുറേ ആളുകൾ ഒരു മൂലയിൽ. മറ്റൊരു മൂലയിൽ ഒരുപാട് പുസ്തകങ്ങളും ചർച്ചകളും വൈജ്ഞാനികമായ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടൊരു വിഭാഗം. ഇങ്ങനെ പലതരം വിഭാഗങ്ങളെ നമ്മൾ കപ്പലിൽ കാണുകയാണ്. ആ കപ്പലിൽ നമ്മൾ ഉണരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യമായി ഉയരുന്ന ചോദ്യം എന്താ? നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എങ്ങനെയുണ്ടാ ഭക്ഷണം എന്നുള്ളതാണോ? ഈ കളിയിൽ ഞാൻ എങ്ങനെയുണ്ടാകുമെന്നാണോ? ആ വിഭാഗത്തിൽ എനിക്ക് പെടാൻ കഴിയുമോ? ഈ സംഘത്തിൽ ഞാൻ ചേർന്ന് എൻ്റെ ഈ യാത്ര ആസ്വാദ്യകരമാക്കിയാലോ എന്നൊക്കെ ആയിരിക്കുമോ നമ്മളുടെ ചിന്ത എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾക്ക് വിശക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു മൂലയിൽ ഭക്ഷണമുള്ള സ്ഥലത്ത് നമ്മൾ ചെന്ന് ഭക്ഷണം കഴിച്ചേക്കാം. നമ്മൾക്ക് ഉറങ്ങാൻ ക്ഷീണം തോന്നുന്ന സമയത്ത് ഒരു മൂലയിൽ പോയി നമ്മൾ ഉറങ്ങിയേക്കാം. നമ്മൾ ചിലപ്പോൾ വിനോദങ്ങളിൽ പങ്കെടുത്തേക്കാം. പക്ഷേ നമ്മളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഈ കപ്പലിലെ യാത്ര എങ്ങനെയെങ്കിലും സുഖകരമാക്കണം, ഈ സംഘങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പെടണം എന്നൊന്നും ആയിരിക്കില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ചോദ്യം ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതായിരിക്കും. എന്തിന് ഞാൻ ഈ കപ്പലിൽ വന്നു,
എൻ്റെ ഈ കപ്പൽ യാത്രയുടെ ലക്ഷ്യമെന്താണ്, ആരാണ് ഇവിടെ എന്നെ കൊണ്ടുവന്നത് എന്നുള്ളതായിരിക്കും നമ്മളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലക്കാത്ത ചോദ്യം. എങ്കിൽ സഹോദരന്മാരെ, നമ്മളുടെ ജീവിതവും ഇഹലോക ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മൾക്ക് വിശക്കുമ്പോൾ നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നുണ്ട്, നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്, പല ആളുകളുമായി പല സംഘങ്ങളുമായി നമ്മൾ പങ്കുചേരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മളുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും നമ്മളുടെ അസ്തിത്വത്തിൻ്റെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ അന്വേഷണവും ഞാൻ എന്തിന് ഈ ലോകത്ത് വന്നു എന്നുള്ളത് തന്നെയായിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരിക്കും നമ്മളുടെ മനസ്സിലേറ്റവും പ്രധാനപ്പെട്ടത്. ആ കപ്പലിലുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യം അയാൾ മറക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംശയം അയാൾക്കില്ല. എന്നോ ഒരു കപ്പലിലേക്ക് എത്തി, എനിക്കൊരു ചോദ്യവുമില്ല എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്, എൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഒരു ചോദ്യമോ സംശയമോ ഇല്ലാതെ ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെയൊക്കെ അഭിപ്രായം എന്തായിരിക്കും അയാളെപ്പറ്റി? അയാളൊരു വിഡ്ഢിയാണ്, ചിന്താശേഷിയില്ലാത്തവനാണ് എന്ന് നമ്മളെല്ലാവരും പറയില്ലേ? അപ്പോൾ ഇഹലോകത്ത് ഈ ചോദ്യമില്ലാതെ, ഈ യാത്രയുടെ ലക്ഷ്യമറിയാതെ ഏതൊക്കെ സംഘങ്ങളിൽ ചേർന്ന് ഏതൊക്കെ ആസ്വാദനങ്ങളിൽ പങ്കാളിയായി അങ്ങനെ മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്? അയാൾക്ക് യുക്തി ചിന്തയില്ല, അയാൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇഹലോക ജീവിതത്തിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു കൊണ്ടുവന്നു, ജീവിതം എന്തിനു തന്നു, നമുക്ക് മരണം എന്തിനു നിശ്ചയിച്ചു, എന്തിനീ ജീവിതയാത്രയുണ്ടാക്കി എന്നൊക്കെയുള്ള ചോദ്യമാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ അസ്തിത്വപരമായ ചോദ്യവും അന്വേഷണവും. വിശുദ്ധ ഖുർആൻ അതിനുള്ള കാരണം നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുന്നുണ്ട്. ഏലമു അന്നമൽ ഹയാത്തി ദുനിയ ലഅബും വലഹവും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. ഈ ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ പലതും നമുക്ക് കാണാൻ സാധിക്കും. വിനോദങ്ങൾ, വർത്തമാനങ്ങൾ, കളികൾ, ചിരികൾ, ആസ്വാദനങ്ങൾ എല്ലാം ജീവിതത്തിലുണ്ടാകും. പക്ഷേ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ചോദ്യം, ആ ലക്ഷ്യത്തെ പറ്റിയുള്ള ചിന്ത നമ്മളുടെ മനസ്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായിരിക്കണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നന്നായി ജീവിക്കുന്നവരാരുണ്ട്, നന്മയുടെ പാത, സ്വർഗത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നവരാരുണ്ട്, തിന്മ ചെയ്ത് നരകത്തിലേക്ക് പോകുന്നവരാരുണ്ട് എന്ന പരീക്ഷണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് നമുക്ക് ഉണ്ടാക്കി തന്നത്. ഇന്ന ദുനിയ ഹൽവത്തുൻ ഖളിറ അന്നല്ലാഹ ഇസ്തഖ്ലഫകും ഫീഹി ലിയൻദുർ കൈഫ തഅമലൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ മധുരകരമാണ്, പച്ച പിടിച്ചതാണ്, നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും ആസ്വാദനങ്ങളും ഈ ലോകത്തുണ്ട്. എന്നിട്ട് നബി പറയാണ്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇഹലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഇതൊക്കെ ആസ്വദിച്ച് പരമാവധി ജീവിതം സുഖിപ്പിക്കാനല്ല, നേരെ മറിച്ച് ലിയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, ജീവിതത്തിൻ്റെ ലക്ഷ്യം സൂക്ഷിച്ചുകൊണ്ട് അതിനെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നമുക്ക് തന്നത്. ഈ മരണവും ജീവിതവും ഒക്കെ തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിക്കടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിലെ മുന്നോട്ട് പോക്ക്, നമ്മളുടെ യാത്ര, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഭാവി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പരലോകമാണ്, സ്വർഗമാണ് എന്ന് നമുക്കറിയാം. പക്ഷെ പിശാച്, ഇബ്ലീസ് അതിൻ്റെ ഇടയിലേക്ക് വരും, നമ്മളുടെ മുമ്പിലേക്ക് പലതും ഇട്ടുതരും. അതാണ് പിശാചിൻ്റെ മുന്നിലൂടെയുള്ള പരീക്ഷണം, മുന്നിലൂടെയുള്ള വസ്വാസ് എന്ന് പറയുന്നത്. പിശാച് നമ്മളുടെ മുമ്പിൽ, പരലോകമെന്ന് പറയുന്ന നമ്മളുടെ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾക്ക് അതിനേക്കാൾ ചെറിയ അടുത്തുള്ള പല ലക്ഷ്യങ്ങളും ബോധ്യങ്ങളും ഒക്കെ ഇട്ടുതരും. എന്നിട്ട് പിശാച് പറയും, പരലോകമല്ല, അതിനെപ്പറ്റിയുള്ള ചിന്തയൊക്കെ വിട്, അതൊക്കെ എപ്പോഴോ വരേണ്ടതാണ്, മരണമൊക്കെ എപ്പോഴോ വരേണ്ടതാണ്, വയസ്സായി മരിക്കുന്നത് വരെ
കുറേ കാലം ഇനിയും ഉണ്ട്, അതുകൊണ്ട് നീ ജീവിക്ക്, ജീവിതത്തിൽ പലതും നിനക്ക് നേടിയെടുക്കാനുണ്ട്, ജീവിതത്തിൽ പല ആസ്വാദനങ്ങളും പല ദൗത്യങ്ങളും നിനക്ക് വേറെതുണ്ട് എന്ന് പറഞ്ഞ് നമ്മളുടെ മുമ്പിലേക്ക് പിശാച് ദുർബോധനമിട്ട് തരും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെയും മുന്നിലൂടെയും ഞാൻ അവരെ വസ്വാസിലാക്കാൻ ശ്രമിക്കും. മുന്നിലൂടെ വസ്വാസിലാക്കുക എന്ന് പറഞ്ഞാൽ, മുന്നേന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാവി കാലഘട്ടം, നമ്മളുടെ പരലോകം, ഇതൊക്കെയാണ്. അവിടെ വന്നിട്ട് പിശാച് അതിനിടയിൽ വരും. എന്നിട്ട് മുന്നിൽ ജീവിതത്തിൻ്റെ മറ്റു പല ലക്ഷ്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ബോധവുമൊക്കെ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലിട്ട് തന്നിട്ട് തോന്നിപ്പിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ലൈബാണ്, കളിയാണ്, വലഹ്വുൻ വിനോദമാണ്, വസീനത്തുൻ അലങ്കാരമാണ്, ഭംഗിയാണ്, വത്തഫാഖുറും ബൈനക്കും വത്തകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, പരസ്പരം പെരുമ നടിക്കുക, സമ്പത്തിലും സന്താനങ്ങളിലും ആധിക്യം കാണിക്കുക, ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. കമസ്ലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു, ഒരു കർഷകന് അവൻ്റെ തോട്ടത്തിൽ, അവൻ്റെ കൃഷിയിടത്തിൽ വളർന്ന ചെടികൾ പോലെയാണത്. അത് കാണുമ്പോൾ അവന് വളരെ സന്തോഷമുണ്ടാകും, അവന് ഭംഗി തോന്നും. പക്ഷേ ഫതറാഹു മുസ്ഫറാസും മയകൂനു ഹുത്താമ, അതെല്ലാം മഞ്ഞച്ച് മാറുന്നത് അവന് കാണാൻ സാധിക്കും. അതെല്ലാം ചപ്പുചവറായിക്കൊണ്ട് മാറുന്നത് അവൻ്റെ ജീവിതത്തിൽ തന്നെ അവൻ സാക്ഷിയാകേണ്ടി വരും. വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, എന്നിട്ട് ബാക്കിയാകുന്നത് പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഒന്നുകിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ, ഇത് രണ്ടും അവശേഷിക്കുന്നതാണ്. വമൽ ഹയാത്ത് ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന ചരക്കല്ലാതെ ദുനിയാവ് മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ലോകത്ത് പലതും നമുക്ക് പ്രാധാന്യമായിക്കൊണ്ട് ചിലപ്പോൾ തോന്നിക്കും. പിശാച് വന്നിട്ട് ഇതാണ് നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഓരോ ഘട്ടത്തിലും, നമ്മളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പിശാച് വന്ന് നമുക്ക് തോന്നിക്കും. ആ തോന്നിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ സഹജമായ, നമ്മളുടെ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ സഹജമായ ബോധത്തിൽ ചിലപ്പോൾ അതിൽ നമ്മൾ വഞ്ചിതരാകും. ഇപ്പം ചെറിയ കുട്ടികളെ നിങ്ങൾ നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആദ്യം ജീവിതത്തിൻ്റെ ഘട്ടമായി പറഞ്ഞത് ലൈബുൻ എന്നാണ്, കളി എന്നാണ്. ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കളിയാണ് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമുക്ക് കുട്ടികളെ കാണാം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? കളിപ്പാട്ടം, കളിക്കുക, ഏത് സമയവും കളിക്കുക, പരമാവധി കളിക്കുക. ഉറക്കമില്ലാത്ത കുട്ടികൾ ഒരുപാട് 11 മണിയും 12 മണിയും ആയാലും കളിക്കണം എന്ന ചിന്തയാണ്. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്നവരല്ലേ നമ്മൾ? അതൊക്കെ, ആ ചിന്തയൊക്കെ നമുക്ക് ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഈ കളിക്ക് വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാത്ത കുട്ടികൾക്ക് പല രോഗങ്ങളും വന്നിട്ട് ചികിത്സ. എന്തേ കാരണം? മൂത്രമൊഴിക്കുന്നില്ല, നേരത്തിന് മൂത്രമൊഴിക്കില്ല, ആ സമയം പോലും കളിക്കാമെന്നാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ന്യൂട്രീഷൻ്റെ പ്രശ്നങ്ങൾ. എന്തേ കാരണം? കളി. ഈ കളി കൊണ്ട് പലതരത്തിലുമുള്ള, അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിച്ചിരുന്നൊരു ഘട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ഒരു കുട്ടിയെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ മറ്റൊന്നിനും അധികം മൂല്യം ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കളി മാത്രമാണ്, അല്ലെങ്കിൽ ആസ്വാദനം, ചെറിയ ചെറിയ ആസ്വാദനങ്ങളാണ്. വേറെ ഒന്നിനും മൂല്യം കണ്ടിട്ടില്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മളെ ബാല്യം. ആ ബാല്യകാലഘട്ടത്തിൽ 1,00,000 രൂപ നമ്മളുടെ കയ്യിൽ തന്നാൽ നമ്മൾ എന്താണ് അതുകൊണ്ട് ചെയ്യുക? കുറേ മിഠായി വാങ്ങും, കുറേ കളിപ്പാട്ടം വാങ്ങും. അതിൻ്റെ മൂല്യം, മറ്റുള്ളതിൻ്റെ മൂല്യമൊന്നും മനസ്സിലാക്കാതെ എല്ലാതും ഏറ്റവും പ്രധാനപ്പെട്ടത് കളിയാണ് എന്നുള്ള ചിന്തയായിരുന്നു നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലൈബുൻ വലഹ്വുൻ, അത് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുണ്ട്. ആ ഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ലൈബ് മാറി നമ്മളുടെ ജീവിതത്തിലേക്ക് ലഹ്വ് വരും. ലഹ്വ് എന്ന് പറഞ്ഞാൽ വിനോദം എന്നാണ്. പലതരത്തിലുള്ള വിനോദങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. കൗമാരപ്രായവും അതുപോലെ തന്നെ യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായത്തിലുമൊക്കെ ഈ വിനോദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ജീവിതം എന്ന് ആ സമയത്ത് തോന്നും. വീഡിയോ ഗെയിമുകളും ഓൺലൈൻ ഗെയിമുകളും പലതരത്തിലുള്ള വിനോദങ്ങളും സിനിമയും സീരിയലുകളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിതത്തിലെ ആസ്വാദനം എന്ന് പറയുന്നത്, ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ഇതൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ് എന്ന് ചിന്ത വരും. ഇപ്പം ആധുനിക കൗമാരം എന്ന് പറയുന്നത് മുഖമുയർത്താതെ, മറ്റുള്ളവരുമായിട്ട് സംസർഗത്തിലേർപ്പെടാതെ മുഖം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൗമാര കാലഘട്ടമാണിത് എന്ന് പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്. എൻ്റെ കാരണം എപ്പോഴും ഈ മൊബൈലിലാണ്, ഓൺലൈൻ ഗെയിമിലാണ്. 10-12 ആളുകൾക്ക് ഒരുമിച്ച് കളിക്കാവുന്ന ഗെയിമുകളാണ് ഇന്ന്
കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് ആ ഗെയിമുകളിലാണ്. എപ്പോഴും ആളുകളോട് സംസാരിക്കാൻ സമയമില്ല, ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ സമയമില്ല, പഠിക്കാൻ സമയമില്ല, ബന്ധങ്ങൾ പുലർത്താൻ സമയമില്ല, ആളുകളെ മൈൻഡ് ചെയ്യാൻ, പള്ളിയിലേക്ക് പോകാൻ, നമസ്കരിക്കാൻ, നന്മകൾ ചെയ്യാൻ ഒന്നിനും സമയമില്ല. എൻ്റെ കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിനോദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഇയർഫോൺ ചെവിയിൽ കുത്തിവെച്ചാൽ ലോകത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മാറാം, എനിക്ക് സന്തോഷകരമായി ഇരിക്കാം. 2, 3, 4 മണിക്കൂർ വാഹനത്തിൽ സഞ്ചരിക്കുകയാണ്, ട്രെയിനിലും ബസ്സിലും സഞ്ചരിക്കുകയാണ്. അടുത്തുള്ള ഒരു മനുഷ്യരുടെയും പ്രവർത്തനമോ സംസാരമോ അവരുടെ സാന്നിധ്യമോ അറിയുന്നില്ല. എന്തേ കാരണം? ചെവിട്ടിൽ ഈ വിനോദമാണ്. ഇങ്ങനെ വിനോദവുമായി ബന്ധപ്പെട്ട രൂപത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ. എന്നിട്ടോ ഓരോ സ്പോർട്സിലെ വ്യക്തിത്വങ്ങൾ, ഇവരോടുള്ള ആരാധന, ഇവർക്ക് പിന്നിൽ പിന്തുടരുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ മെസ്സിയും റൊണാൾഡോയും ഒക്കെ പറഞ്ഞിട്ട് എത്ര ആത്മഹത്യകൾ, എത്ര കൊലപാതകങ്ങൾ നമ്മളുടെ നാട്ടിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് തോന്നുന്നൊരു ഘട്ടം. ആ ഘട്ടം കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് സീനത്ത്, അലങ്കാരം എന്ന് പറയുന്ന ഘട്ടമാണ്. യൗവനത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇണക്ക് ആകർഷണം തോന്നുന്ന രൂപത്തിലുള്ള സൗന്ദര്യവും ഒക്കെയാണ് എന്ന ചിന്തയിലേക്ക് കടക്കാണ്. 1 മണിക്കൂർ കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കുന്ന തലത്തിലേക്ക് ആളുകൾ മാറും. ആ ഘട്ടം കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ് ഒരു 30കളിലേക്ക് മധ്യവയസ്കതയിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതൊന്നും ഒരു പ്രധാനപ്പെട്ടതായിരുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാവും. പക്ഷെ അന്ന് ആ സമയത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു റമദാൻ മാസം ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ റമദാനാണ്, അവസാനത്തെ 10 എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? നീ പ്രത്യേകം എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? അപ്പോൾ ആ കുട്ടി പറയാണ്, എനിക്ക് ഗ്ലാമർ ഉണ്ടാവാൻ, സൗന്ദര്യം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസാനത്തെ 10 അള്ളാഹിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ച്, അഫ്വ് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്തും ഒരു കുട്ടിക്ക് അവൻ്റെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് അവൻ്റെ സൗന്ദര്യമാണ്. സൗന്ദര്യമില്ലെങ്കിൽ, അലങ്കാരമില്ലെങ്കിൽ, പ്രേമമില്ലെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ ജീവിതം എന്താണ് എന്ന ചിന്തയിലേക്ക് പോയി എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ 2-3 കൊല്ലങ്ങൾ മുമ്പ് ഒരു പെൺകുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ആ കുട്ടി എഴുതി വെച്ചിട്ടുള്ളത്, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഇണകളുണ്ട്, എന്നോടൊരു ആൺകുട്ടി പോലും ജീവിതത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അപ്പം ജീവിതത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന ചിന്തയിലേക്ക് ആ കാലഘട്ടത്തിൽ വരാണ്. അത് കഴിഞ്ഞാൽ അത് ഒന്നും പ്രധാനപ്പെട്ടതല്ല. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ടത് വത്തഫാഖുറും ബൈനക്കും വത്തകാസുറും ബിൽ അംവാലി വൽ ഔലാദ്, അഭിമാനം നടിക്കുക, പരസ്പരം പെരുമ നടിക്കുക, സമ്പത്തും മക്കളും പറഞ്ഞുകൊണ്ട് അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട്, അത് വലുതാക്കിക്കൊണ്ട്, അത് അധികരിപ്പിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയവനാവുക എന്ന ചിന്തയിലേക്ക് നമ്മളുടെ ജീവിതം പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മൂല്യമുള്ളത് മക്കളുടെ സ്ഥാനങ്ങളും ജോലികളും നമ്മളുടെ സമ്പത്തും നമ്മളുടെ സ്വാധീനമൊക്കെയാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറാണ്. അയൽവാസിയേക്കാൾ മികച്ച കാറ്, അവനേക്കാൾ നല്ല വീട്, അവനേക്കാൾ നല്ല വസ്ത്രം, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മക്കളുടെ ജോലി, ഒരാൾ ദുബായിലാണ്, ഒരാൾ ഖത്തറിലാണ്, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ് എന്നിങ്ങനെയുള്ള ദുരഭിമാനം നടിക്കുക എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറിപ്പോവുകയാണ്. എന്നിട്ടോ അതില്ല എങ്കിൽ, മക്കൾക്ക് അതൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ, അവനൊരു കൂലിപ്പണിയെടുത്ത് സാധാരണ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ആ മക്കളോട് ഇഷ്ടമില്ലായ്മയൊക്കെ മാതാപിതാക്കൾക്ക് ആ പ്രായത്തിൽ വരാണ്. ഇതൊക്കെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞതാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ ഘട്ടത്തിലും, ആയുസ്സിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോന്നും പ്രധാനപ്പെട്ടതായി തോന്നും. ലൈബ് തോന്നും, ലഹ്വ് തോന്നും, അതുപോലെ തന്നെ സീനത്ത് തോന്നും, അലങ്കാരം, കളി, വിനോദം. ഓരോ കാലഘട്ടത്തിലും പിശാച് വന്നിട്ട് ഇതാണ് പ്രധാനപ്പെട്ടതെന്ന് പറയും. പക്ഷെ ഇതൊക്കെ അവസാനിക്കും, ഇതൊക്കെ തീർന്നു പോകും, എല്ലാം അറ്റുപോകും. അവസാനം നമ്മൾ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, നിനക്ക് ധനമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുകൊണ്ട് നീ നന്മ ചെയ്തോ? ഇല്ലെങ്കിൽ നീ ക്ഷമിച്ചോ? നിന്റെ ജീവിതത്തിൽ നന്മയും പുണ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിന് നിശ്ചയിച്ച ലക്ഷ്യവും പ്രധാനപ്പെട്ടതായിക്കൊണ്ടാണോ നീ ജീവിച്ചത്? ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇഹലോകത്ത് അതിനുള്ള മാധ്യമം മാത്രമാണ്, നന്മ ചെയ്യാനുള്ള മാധ്യമം മാത്രമാണ് നമ്മളുടെ ധനവും നമ്മളുടെ സൗന്ദര്യവും നമ്മളുടെ ഗുണങ്ങളും എല്ലാം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാത്ത്. ഒരു മഴ പെയ്തിട്ട് പാടത്തിങ്ങനെ
കതിരുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും. നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുന്ന സമയത്ത് പാടത്ത് നല്ല ഭംഗിയുള്ള പാടങ്ങൾ കണ്ടാൽ, പച്ച പിടിച്ച് നിൽക്കുന്ന ഇടതൂർന്ന് നിൽക്കുന്ന പാടം കണ്ടാൽ നമുക്ക് വളരെ ഭംഗി തോന്നും. അത് ഉണ്ടാക്കിയ കർഷകനും ഭംഗി തോന്നും. പക്ഷെ കർഷകനും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മളെ മനസ്സിലുണ്ടാവുക ഇതിങ്ങനെ പച്ച പിടിച്ച് നിൽക്കണം എന്നായിരിക്കും, ഈ പച്ചപ്പ് കാണുന്നതായിരിക്കും. പക്ഷെ കർഷകന്റെ മനസ്സിൽ അതല്ല. കർഷകനെ സംബന്ധിച്ചിടത്തോളം സുമ്മ യുഹീജു ഫതറാഹു മുസ്ഫറ, അത് ഉണങ്ങണം, അത് മഞ്ഞയാവണം, പിന്നീട് അത് കൊയ്തെടുക്കണം, എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് ഉപകാരപ്രദമായ എൻ്റെ കുടുംബത്തിനും എൻ്റെ കച്ചവടത്തിനും ഉതകുന്ന ധാന്യം കിട്ടണമെന്നായിരിക്കും കർഷകൻ്റെ ചിന്ത. ഇതായിരിക്കും നമ്മളൊക്കെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത. ഇഹലോകത്ത് പച്ചപ്പുണ്ടായിക്കോട്ടെ, സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ, എല്ലാവരുടെയും കണ്ണഞ്ചിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മളുടെ ലക്ഷ്യം ഇതിലൂടെയൊക്കെ പരലോകത്ത് രക്ഷപ്പെടുന്ന, പരലോകത്തേക്ക് പുണ്യം കിട്ടുന്ന കാര്യമുണ്ടാക്കണമെന്നുള്ള ലക്ഷ്യമായിരിക്കണം നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത്. അതില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മളുടെ വീടും ജോലിയും പണവും സ്വാധീനവും മക്കളും ബംഗ്ലാവും ഒന്നും നമുക്ക് ഉപകാരപ്പെടില്ല. അതൊക്കെ ഇഹലോകത്ത് ദുനിയാവിൽ നമ്മളെ വഞ്ചിക്കാൻ പിശാച് ഉണ്ടാക്കി തരുന്ന, നമ്മൾ മുമ്പിൽ വെച്ച് തരുന്ന, നമ്മളെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പിശാച് ഉണ്ടാക്കി തരുന്ന കാര്യങ്ങൾ മാത്രമാവും. അതുകൊണ്ട് വഫിൽ ആഖിറത്തി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തു മിനല്ലാഹ്, പരലോകത്ത് എന്ത് കിട്ടണം? അള്ളാഹിൻ്റെ മഗ്ഫിറത്ത് കിട്ടണോ അതോ കഠിനമായ ശിക്ഷ കിട്ടണോ? അത് ഈ ദുനിയാവിൽ നമുക്ക് നോക്കാൻ സാധിക്കണം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന നന്മകൾ, ഈ ഇഹലോകത്തെ പറ്റി, പരലോകത്തെ പറ്റിയിട്ട്, ഇഹലോകത്ത് നിന്ന് നമ്മളുടെ യാത്രയുടെ ലക്ഷ്യത്തെ പറ്റിയിട്ടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് നമ്മളെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓർമ്മ ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾ, അവരുടെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വളരെ പാവപ്പെട്ടവരും ദരിദ്രരുമായിരുന്നു. അവർക്ക് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നറിയാതെ അവർ കഷ്ടപ്പെട്ടിരുന്നൊരു സമയമായിരുന്നു. ദാരിദ്ര്യം അങ്ങേയറ്റം അവർക്ക് പിടിച്ചൊരു സമയം. എന്ത് ചെയ്യണം? കുറൈശികൾ ഒന്നടങ്കം സംഘമായിക്കൊണ്ട് വരികയാണ്. ആകെ വിഷണ്ണരായി നിൽക്കുന്ന സമയത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പേർഷ്യക്കാർ യുദ്ധത്തിനൊരു തന്ത്രം പ്രയോഗിക്കാറുണ്ട്, ആ തന്ത്രം നമുക്ക് പ്രയോഗിച്ചാലോ? ഒരു കിടങ്ങ് മദീനക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കുക, അത് മറിച്ച് കടന്ന് വന്ന് യുദ്ധം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് അമ്പ ചെയ്തുകൊണ്ട് യുദ്ധം നടത്താം, അതിനേ നമുക്ക് സാധിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് യോജിച്ചു. അവരെല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം കുഴിക്കാൻ തുടങ്ങി. ഖന്തക്ക് അവിടെ മദീനക്ക് ചുറ്റും കുഴിക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ്, വിശന്നിട്ട് അദ്ദേഹത്തിൻ്റെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. സ്വഹാബികളുടെ വയറ്റത്തും പലരിലും ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം വയറു നിറച്ച് ഭക്ഷണം കഴിക്കാത്തവരായിരുന്നു അവരൊക്കെ. അങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന സമയത്ത് സ്വഹാബികൾ ഒരു കല്ല് പൊട്ടിക്കാൻ പ്രയാസപ്പെടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ കല്ല് തീരെ പൊട്ടിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആയുധം എടുത്ത് ചെന്നു. എന്നിട്ട് അത് അടിച്ച് പൊട്ടിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് കാരണം പ്രവാചകന് അങ്ങേയറ്റം ശക്തിയുണ്ട്, ഒരുപാട് പുരുഷന്മാരുടെ ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ പ്രവാചകൻ അത് പൊട്ടിച്ച സമയത്ത് ഒരു പ്രകാശം അതിൽ നിന്ന് വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് വഹയ്യ് കിട്ടാണ്. പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, തീർച്ചയായും ഞാനിവിടെ നിങ്ങളുടെ ഭാവി കാണാണ്. നിങ്ങൾ കിസ്രയുടെയും കൈസറിൻ്റെയും കൊട്ടാരം പിടിച്ചടക്കുന്നത്, അവിടുത്തെ ധനവും അവിടുത്തെ സമ്പത്തും നിങ്ങളുടെ പക്ഷത്തേക്ക് ഒഴുകുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബികളെല്ലാവരും അത് വിശ്വസിച്ചു. ഒരു ശത്രു സംഘത്തെ മുന്നിട്ടുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവില്ലാതെ പട്ടിണി കിടന്ന് ഖന്തക്ക് കുഴിക്കുന്ന സ്വഹാബികളോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ കിസ്രയുടെയും കൈസറുടെയും കൊട്ടാരം പിടിച്ചടക്കുന്ന കാലം വരുമെന്ന്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. കിസ്രയുടെ കൊട്ടാരം അടിച്ച് തകർത്ത് അതിൽ നിന്ന് ആളുകളുടെ സമ്പത്തൊക്കെ പിടിച്ചുകൂട്ടിയ സ്വർണവും വെള്ളിയും ഒക്കെ നാട്ടുകാർക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ പിടിച്ചെടുത്ത സമയത്ത് പല ആളുകളും വിഹിതമായി ഗനീമത്തുമായി പോവാണ്. സ്വഹാബികളിൽ ഒരാൾക്ക് പോലും ഒരു 5 പൈസ ആ ഗനീമത്തിൽ നിന്ന് എടുക്കാൻ തോന്നുന്നില്ല. അവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ സങ്കടത്തിലാണ്. അവർ ചിന്തിക്കുന്നത്, ഞങ്ങൾ പട്ടിണി കിടന്നിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ഉന്നമനം കാണാത്ത, ഭാവിയിൽ ഞങ്ങൾ എങ്ങനെ വിജയിക്കുമെന്ന് ചിന്തയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കിസ്രയുടെയും കൈസറിൻ്റെയും സാമ്രാജ്യം വിജയിച്ചടക്കുന്ന ഒരു കാലഘട്ടം വരും, അത് ഞങ്ങൾ കാണാണ്. പ്രവാചകൻ പറഞ്ഞത് സത്യമായി പുലർന്നത് ഞങ്ങൾ കാണാണ്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളുണ്ട്.
ആ കാര്യങ്ങളും സത്യമാകില്ലേ? ഇന്നൽ ജന്നത ഹഖ്കും വന്നാറു ഹഖ്കുൻ, നരകം സത്യമാണ്, സ്വർഗം സത്യമാണ്, അവിടുത്തെ ശിക്ഷയും അവിടുത്തെ രക്ഷയും എന്താണ് എന്ന് പ്രവാചകൻ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നു. അതൊക്കെ എന്തായിരിക്കുമെന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടെ നിന്ന് കാശെടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഗനീമത്ത് കോരിക്കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിനെപ്പറ്റിയുള്ള ചിന്തയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ദുനിയാവിൽ എന്ത് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊക്കെ അവസാനിച്ച് പോകേണ്ടത് പരലോകത്തേക്കാണ്, സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമാണ്. അവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പാലിച്ചവരാണോ, നമ്മൾ നീതിപൂർവം നന്മപൂർവം ജീവിച്ചവരാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം പരാജയമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ മനസ്സിലാക്കുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പിശാച് പരലോകത്തെപ്പറ്റി ചിന്തയുള്ള, അതാണ് നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്നറിയുന്ന വിശ്വാസികളുടെ മുമ്പിലേക്ക് വരും. നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ വരും. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഇട്ട് തരും. ഇതാണ് നിൻ്റെ ജീവിതം, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്, അതൊക്കെ ഇനി വരാനുള്ളതല്ലേ. പരലോകം എന്നൊക്കെ പറഞ്ഞാൽ ഇനി എത്ര കാലമുണ്ട്, എത്ര നാൾ കഴിഞ്ഞു പോകണം എന്ന ചിന്ത അവൻ നമ്മളുടെ മനസ്സിലേക്ക് ഇട്ടുതരും. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ. പരലോകം എന്ന് പറയുന്നത് ബഈദാണ്, വിദൂരമാണ്, ഇനി ഒരുപാട് കാലം കഴിയാനുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. വനറാഹു ഖരീബ, എന്നാൽ നാം അത് കാണുന്നത് വളരെ അടുത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയൊരു ഇല്യൂഷൻ, നമ്മൾക്കൊരു മിഥ്യാധാരണ നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷേ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. എത്ര പെട്ടെന്നാണ് നമ്മളുടെ കഴിഞ്ഞുപോയ കാലഘട്ടമൊക്കെ കഴിഞ്ഞുപോയത്. നമ്മളെ ചെറുപ്പം, നമ്മളുടെ കൗമാരം, അതിൻ്റെ പൂർണ്ണമായ ഒരു ചിന്ത പോലും, ഒരു അളവ് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുപോലെ കഴിഞ്ഞു പോകുന്നതാണ് ഈ ജീവിതം. കലംഹത്തിൻ ബിൽ ബസർ, കണ്ണുകൊണ്ടൊരു ഇമ വെട്ടിയതുപോലെ കഴിഞ്ഞല്ലോ എന്ന് പരലോകത്ത് നമുക്ക് തോന്നും. അപ്പോൾ പിശാച് വന്നിട്ട് അതൊക്കെ ദൂരല്ലേ എന്ന് തോന്നിക്കുന്നു. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, പെട്ടെന്ന് നമ്മളെ ജീവിതത്തിൽ വരാനുള്ളതാണ് പ്രധാനപ്പെട്ടത് എന്ന് പിശാച് നമുക്ക് ഉണ്ടാക്കി തരും. നമ്മളെ ജോലിയാണ് എൻ്റെ ജീവിതത്തിലെല്ലാം, അതാണ് എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി എല്ലാം ത്യജിക്കുക, അതിനുവേണ്ടി എന്തൊക്കെ നന്മ നമ്മളെ ജീവിതത്തിൽ ചെയ്യാനുണ്ടോ അതൊക്കെ മാറ്റിവെക്കുക എന്നുള്ള ചിന്ത ചിലപ്പോൾ ഇട്ട് തരും. ചിലപ്പോൾ നമ്മളുടെ കുടുംബമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളെ മക്കളാണ് ഏറ്റവും പ്രധാനം, അതിനു വേണ്ടി എല്ലാം ചെയ്യുക. ബാക്കി നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചിലപ്പോൾ മറന്നു പോകുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി മറന്നു പോകുന്ന ഒരു അവസ്ഥ. സാമൂഹികമായ സ്ഥാനം, നേട്ടങ്ങൾ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ ചിന്ത ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇട്ടുതരും. എന്നിട്ടോ നമ്മളുടെ ജീവിതത്തിൽ ഒരു സിംഹഭാഗം അത് കൊണ്ടുപോകും. നമ്മളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയുള്ള ചിന്ത, പരലോകത്തെ, മരണത്തെ പറ്റിയുള്ള ചിന്ത ഇല്ലാതെയാവും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, ഇശ് മാ ശിഅത ഫഇന്നക മയ്യിത്തുൻ, നീ എത്ര വേണമെങ്കിലും ജീവിച്ചോ, പക്ഷേ നീ മരിക്കും, ഒരു നാൾ നീ മരിക്കും. വഅഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖുഹു, നീ എന്ത് വേണമെങ്കിലും ഈ ലോകത്ത് ഇഷ്ടപ്പെട്ടോ, പക്ഷെ നീ അതിനെ വെടിയും. നമുക്കിഷ്ടപ്പെട്ട ആളുകളാണോ, വ്യക്തികളാണോ, ജോലിയാണോ, ഇതൊക്കെ അവസാനിക്കാനുള്ളതാണ്. നമ്മൾ ഒരുപാട് കാലം എല്ലാം ത്യജിച്ച് ജീവിതത്തിലെല്ലാ നന്മകളും, ജീവിതത്തിലെല്ലാം വേണ്ട ആത്മീയമായ ഗുണങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പണിതുയർത്തിയ, വലുതാക്കിയ ഒരു കമ്പനി ഉണ്ടാകും, ഒരു സ്ഥാപനം ഉണ്ടാകും. ആ സ്ഥാപനത്തിന് വേണ്ടി അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ റിട്ടയർ ആയപ്പോൾ പിന്നീട് അവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നേയില്ല, നമ്മളെപ്പറ്റി സ്മരിക്കപ്പെടുന്നേയില്ല. ഈ ഇഹലോകത്തെല്ലാ മനുഷ്യന്മാരെല്ലാവരെയും മറക്കും, ജീവിതത്തിലെല്ലാം നമുക്ക് വിട്ടെറിഞ്ഞു പോകേണ്ടി വരും. ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഏത് സമയത്തും നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ട, നമുക്കൊരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോകുന്ന ഒരു കാര്യം ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യം മറക്കാത്ത വിശ്വാസികൾ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ ഈ വെള്ളിയാഴ്ച
കളക്ഷൻ എടുക്കുന്നത് ഈ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണവും പരിപാലനവുമായി ബന്ധപ്പെട്ട് സഹായിച്ച സഹോദരന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.